കണ്ണേറ് എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് എന്നും കണ്ണേറ് ഏൽക്കാതിരിക്കാൻ വലിയ ശ്രദ്ധ, വലിയ ജാഗ്രത എല്ലാവരും പാലിക്കണമെന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഈ ഇടയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ കുട്ടികളടക്കം ഈ ചികിത്സാ ഫണ്ടുകൾ, അതും ചെറിയ സംഖ്യയൊന്നുമല്ല, 40, 50, 70 ലക്ഷങ്ങൾ, ചിലപ്പോൾ കോടികൾ വരെ ചെറിയ ചെറിയ കുഞ്ഞുമക്കളെ ചികിത്സിക്കാൻ വേണ്ടി എല്ലാവരും കൂടി സ്വരൂപിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു 50 ലക്ഷം പിരിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പോസ്റ്റർ വന്നു. ഇപ്പം നമ്മുടെ നാട്ടിനടുത്ത് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ ഫണ്ട് നടക്കുന്നുണ്ട്. ബ്ലഡിന് ക്യാൻസറാണ്, 70 ലക്ഷമാണ് പോലും വേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടാവും, ചെറിയ കുട്ടികൾക്ക് വേണ്ടി വലിയ സംഖ്യകൾ പിരിപ്പിച്ച് ചികിത്സിക്കേണ്ട അവസ്ഥ. ഇങ്ങനെ നിഷ്കളങ്കരായ കുട്ടികൾക്കടക്കം ഭീമമായ സംഖ്യകൾ സ്വരൂപിച്ച് അവർ ചികിത്സിക്കേണ്ട വിധത്തിൽ മാരകമായ രോഗങ്ങളും നിത്യരോഗങ്ങളും കുട്ടികളെ വേട്ടയാടുന്നതിൻ്റെ പിന്നിൽ കണ്ണേറ് എന്ന സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്, അല്ലാഹു തആല ഒരു നിയമത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് മക്കളാവാം, വീടാവാം, വാഹനമാവാം, എന്ത് നിയമത്താവാം, അതിൽ നമ്മൾ സ്വയം സന്തോഷിക്കണം, പടച്ചോന് ശുക്ർ ചെയ്യണം. പക്ഷെ അതിലൊന്നും നമുക്ക് സമാധാനമില്ല. നമുക്ക് കിട്ടിയ ഒരു നിയമത്ത് അത് 4 ആളുകളെ ബോധ്യപ്പെടുത്തണം. അതിന് കുട്ടികളെ ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം, അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം. ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ കാതുകുത്തുമ്പോൾ, ആൺകുട്ടികളാണെങ്കിൽ സുന്നത്ത് കല്യാണം, ഇങ്ങനെ ഓരോ പരിപാടി വെച്ചിട്ട് കുട്ടികളെ ഫോട്ടോസും വീഡിയോസും കുട്ടികൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവരെ ഫോട്ടോസും വീഡിയോസൊക്കെ വരുമ്പോൾ ഒന്നും കൂടി അലങ്കരിക്കുമ്പോൾ പിന്നെയും ഒന്നും കൂടി കാണാൻ ഭംഗിയാണ്. ഇങ്ങനെയുള്ള ഈ ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ കണ്ണേറിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ കൊടുത്ത ഒരു ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ 67-ാം ആയത്ത്, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. മക്കളെ, നിങ്ങൾ മിസ്റിലേക്ക് എത്തിയാൽ ഒരു എൻട്രൻസിലൂടെ, ഒരു കവാടത്തിലൂടെ നിങ്ങൾ എല്ലാവരും കൂടി മിസ്റിലേക്ക് കയറി ചെല്ലരുത്, കടന്നു ചെല്ലരുത്, മറിച്ച് പല വാതിലിൽ കൂടെയും നിങ്ങൾ കയറി ചെല്ലണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞു, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ വലിയ സൗന്ദര്യമുള്ള മക്കളായിരുന്നു, അവർ കാമിലീങ്ങളായിരുന്നു, നല്ല ആരോഗ്യവാന്മാരായിരുന്നു. അങ്ങനെയുള്ള എല്ലാ മക്കളും കൂടി ഒരു ഡോർ കൂടി കയറി ചെല്ലുമ്പോൾ നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക്, ആ മക്കൾക്ക് കണ്ണേറ് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ ആശങ്കയിലായിരുന്നു, ഭയത്തിലായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട്, നിങ്ങൾ എല്ലാവരും ഒരേ ഡോർ കൂടി കയറി ചെല്ലണ്ട, പല ഡോർ കൂടി കയറി ചെന്നോളൂ എന്ന് പറയാനുള്ള കാരണം. ഇതാരാ? ഒരു സാധാരണക്കാരനല്ല. പ്രവാചകനായ യാക്കൂബ് നബിക്ക് മക്കളാണെങ്കിലോ ചെറിയ ചെറിയ കുട്ടികളല്ല, പ്രായപൂർത്തിയെത്തിയ പക്വതയുള്ള ബുദ്ധിയുള്ള മക്കളാ. ആ മക്കൾക്ക് കണ്ണേറ് തട്ടോ എന്നുള്ള പേടി ആർക്കാ? ഒരു പ്രവാചകനായ നബിക്കാം. അപ്പൊ നമ്മൾ എത്ര കണ്ട് നമ്മളെ മക്കൾക്ക് കണ്ണേറ് ബാധിക്കും, കണ്ണേറ് തട്ടും എന്ന് പേടിക്കേണ്ടതുണ്ട്. പഴയകാലത്ത് കണ്ണേറ് എന്നുള്ള സംഭവം തന്നെ ഇല്ല എന്ന് നിഷേധിച്ച് നടന്നിരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ശക്തമായി ഗണ്ണിച്ചു. കണ്ണേർ ഉണ്ട് എന്നതിൽ ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എത്ര മനുഷ്യരെയാണ് കണ്ണേറ് കൊണ്ടുപോയിട്ട് കബറിലേക്ക് എത്തിച്ചത്. അനുഭവമാണത്. എത്ര കാണാൻ ഭംഗിയുള്ള ഇനത്തിൽപ്പെട്ട ഒട്ടകങ്ങളെയാണ് കണ്ണേറ് കൊണ്ടുപോയിട്ട് ചട്ടിയിലെത്തിച്ചിട്ടുള്ളത്. പിന്നെങ്ങനെയാണ് കണ്ണേർ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ നിഷേധിക്കുക? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ബാബുൻ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. എന്നിട്ട് ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, കണ്ണേറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഇഅജാബ് ഉണ്ടാകുമ്പോഴാണ്, അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് കണ്ണേറ് തട്ടുക. നമ്മൾ മറ്റൊരാളുടെ വീട്, വാഹനം, കുട്ടികൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, കൗതുകത്തോടുകൂടെ നോക്കും, ആശ്ചര്യത്തോടുകൂടെ നോക്കും, നമ്മളത് ആഗ്രഹിക്കും. അപ്പോഴാണ് കണ്ണേറ് തട്ടുക. അതിന് നമ്മൾ പറയേണ്ടൊന്നും ആവശ്യമില്ല.
പറയാതെ തന്നെ നമ്മൾ അത്ഭുതത്തോടുകൂടെ കൗതുകത്തോടുകൂടെ മറ്റൊരാളുടെ ഒരു നിയമത്ത് നോക്കിയാൽ തന്നെ കണ്ണീർ തട്ടും. എന്നിട്ട് അവിടെ മഹാനവർകൾ പറഞ്ഞു, വലൗ മിനർ റജുലി സ്വാലിഹ്, അത് നല്ല ഒരു മനുഷ്യനാണ് നോക്കിയത്, തങ്ങളാ നോക്കിയത്, പണ്ഡിതനാണ് നോക്കിയത്, എന്നാ തങ്ങളെ കണ്ണേറും തട്ടും, പണ്ഡിതന്റെ കണ്ണേറും തട്ടും. വലൗ മിനർ റജുലിൽ മുഹിബ്ബ്, നമ്മോട് ശത്രുത വെക്കുന്ന ആരും അല്ല നോക്കിയത്, നമ്മളെ ചങ്ങായി തന്നെയാ നോക്കിയത്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാ നോക്കിയത്, എന്നാലും കണ്ണേറ് തട്ടും. വലൗ മിൻ ഗൈരി ഹസദിൻ, അത് അസൂയ വെച്ചിട്ടൊന്നും നോക്കിയതല്ല, നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, നന്നാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് നോക്കിയതാ, എന്നാലും നോക്കുമ്പോൾ അയാൾക്ക് അത്ഭുതമുണ്ടോ കൗതുകമുണ്ടോ എന്നാ കണ്ണേറ് തട്ടും എന്ന് ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ വിഷയമാണ്. കണ്ണേറ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണേറ് കൊണ്ട് അറിയപ്പെട്ട ആളുകൾ ജനങ്ങളുമായിട്ട് ഇടപഴകേണ്ട സാഹചര്യം വരാതിരിക്കാൻ ഇസ്ലാമിക് ഭരണകൂടമുണ്ടെങ്കിൽ അയാളെ ക്വാറന്റീനിൽ ഇരുത്തുന്നത് പോലെ ഇരുത്തിയിട്ട് അയാൾക്ക് അങ്ങോട്ട് ഫുഡ് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. തുഹ്ഫത്തുൽ മുഹ്താജിൻ ഇബ്നു ഹജർ തങ്ങൾ 9-ാം വാള്യത്തിൽ കണ്ണേറ് കൊണ്ട് ഒരാൾ മരിച്ചാൽ ആ മരിക്കാൻ കാരണക്കാരായ കണ്ണേറുകാരനെ പ്രതികാരക്രിയ ചെയ്യണോ വേണ്ടേ, ഖിസാസ് എടുക്കണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞു, ഷാഫി മദബിൽ അങ്ങനെ ഖിസാസ് ഇല്ല, എന്നാലും മഹാനവറുകൾ പറഞ്ഞു, ഒരാൾ കണ്ണേറ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്, അയാള് പൊരേന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു വായക്കല നോക്കിയാൽ അതങ്ങ് കരിഞ്ഞു പോകും, ഒരു വാഹനത്തെ നോക്കിയാൽ വാഹനം അങ്ങ് ആക്സിഡന്റ് ആയി പോകും. ഇങ്ങനെ കണ്ണേറ് വലിയ നാശം വരുത്തുന്ന ആളാണ് എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ചാൻസ് കൊടുക്കണ്ട, അയാളെ വീട്ടിലിരുത്തിക്കോ, അയാൾ പണിയൊന്നും കൊടുക്കണ്ട, അയാൾക്ക് അങ്ങോട്ട് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതതിന്റെ ഗൗരവമാണിത്. അതുകൊണ്ട് കണ്ണേറ് വളരെയധികം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും എപ്പോഴും മന്ത്രിച്ചിരുന്നു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഐനുൽ ലാമ്മ എന്ന് പറഞ്ഞാൽ ഉപദ്രവം വരുത്തുന്ന കണ്ണേർ, അതിൽ നിന്ന് ഞാൻ പടച്ചോനെ കൊണ്ട് കാവലാക്കുന്നു എന്ന് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങളെ നബിതങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇത് പൂർവ്വകാല പ്രവാചകന്മാർ മക്കളെയും ഇതുപോലെ മന്ത്രിച്ചിരുന്നു എന്ന്. അപ്പൊ എല്ലാ അമ്പിയാക്കന്മാരും പേരക്കുട്ടികൾക്ക് മക്കൾക്ക് കണ്ണീർ തട്ടുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടും ഭയപ്പെടേണ്ടതുണ്ടല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, കണ്ണേറ് തട്ടാതിരിക്കാൻ പല മാർഗങ്ങളും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റൂഹുൽ ബയാനിൽ പറഞ്ഞു, ഈ കുട്ടികൾക്ക് നമ്മൾ മുഖത്ത് ചെറിയ കുത്തല്ലിട്ട് കൊടുക്കുമല്ലോ, പെണ്ണുങ്ങൾ കറുത്ത കുത്തല്ലിട്ട് കൊടുക്കല്ലോ, അത് കണ്ണേറ് തട്ടാതിരിക്കാനുള്ള ഒരു മാർഗമാണ്. ശറഹു സുന്നയിൽ ബഹു ഇമാം പറയുന്നുണ്ട്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല മലീഹായ ഒരു കുഞ്ഞിനെ കണ്ടു. മലീഹ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന, നല്ല സ്നേഹം തോന്നുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ദസ്സിമു നൂനത, ആ കുഞ്ഞിന്റെ ചുണ്ടിന്റെ താടിയിൽ ചെറിയ കുത്തു വരുമല്ലോ കുഞ്ഞുങ്ങൾക്ക്, ആ കുത്തിൽ നിങ്ങൾ കറുപ്പിട്ട് കൊടുക്കണം, മുഖം കറുപ്പിക്കണം. ഒറ്റ നോട്ടത്തിൽ ആ കുഞ്ഞിന്റെ ഭംഗി മനുഷ്യന്മാരെ കണ്ണിൽ പെടാതെ ആ കറുത്ത പുള്ളിയിലേക്ക് ശ്രദ്ധ പോകാൻ വേണ്ടി നിങ്ങൾ കുഞ്ഞിന്റെ മുഖത്ത് കുത്തിട്ട് കൊടുക്കണമെന്ന് ഉസ്മാൻ തങ്ങൾ പഠിപ്പിച്ചത് ശറഹു സുന്നയിലുണ്ട്, മിർകാത്തിലുണ്ട്, പല കിതാബിലുമുണ്ട്. എന്നിട്ട് റൂഹുൽ ബയാനിൽ പറയാം, അതുപോലെ തന്നെ പഴയ കാലത്തെല്ലാം കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി ഈ അടുത്തുവരെ ഉണ്ടായിരുന്നു, പുതിയ വീടുണ്ടാക്കുമ്പോൾ ആ വീടിന്റെ മുന്നിൽ ചട്ടി വെക്കും, അല്ലെങ്കിൽ പിന്നെ മരത്തിലാണെങ്കിൽ ചൂല് കെട്ടി വെക്കും, അല്ലെങ്കിൽ മുള്ളിന്റെ ചെടി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, ഈ അടുത്തുവരെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പാടത്ത് കൊണ്ടുപോയിട്ട് നോക്കുകുത്തികൾ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ടല്ലോ. അതിന്റെ ന്യായം പഴയ കാലത്ത് അതേപോലെ സംഭവം ഉണ്ടായിരുന്നു. ഇളാമുർ റൂസ്, കൃഷിയിടങ്ങളിലും പാടത്തിലും മുന്തിരിത്തോട്ടത്തിലും ഈത്തപ്പനത്തോട്ടത്തിലൊക്കെ ഈ തലയോട്ടിയുടെ എല്ലുകൾ വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാനിൽ പറഞ്ഞു, അങ്ങനെ വെക്കുന്നത് കണ്ണീർ തട്ടാനുള്ള ഒരു മാർഗമാണ്. കാരണം ആളുകൾ ഈ നല്ല കൊലച്ചിരിക്കുന്ന ഈത്തപ്പന തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് പാടത്തിലേക്ക് കൃഷിയിടത്തിലേക്ക് നേരെ നോക്കുമ്പോൾ ആ മൂർച്ചയുള്ള ദൃഷ്ടി കൊണ്ട് ചിലപ്പോൾ ആ പാടത്തിലേക്ക് കൃഷിയിടത്തിലേക്ക് കണ്ണീർ തട്ടിയെന്ന് വരും. അതേസമയം അതിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള തലയോട്ടിയുടെ എല്ലുകളോ മറ്റോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദൃഷ്ടി അതിലേക്ക് പതിഞ്ഞിട്ടായിരിക്കും കൃഷിയിലേക്ക് രണ്ടാമത്തെ ദൃഷ്ടി പതിയ. അപ്പൊ ദൃഷ്ടിയുടെ കാഴ്ചയുടെ മൂർച്ച ഈ സാധനം കൊണ്ട് കുറഞ്ഞു കിട്ടും. അപ്പൊ കണ്ണേറ് അല്ലെങ്കിൽ ദോഷം, ദൃഷ്ടിദോഷം ബാധിക്കാനുള്ള സാധ്യത കുറയും എന്ന നിലക്കായിരുന്നു പഴയകാലത്ത് ഈ
തലയോട്ടിയുടെ എല്ലുകളൊക്കെ പാടത്ത് വെക്കലുണ്ടായിരുന്നത് എന്ന് റൂഹുൽ ബയാനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ണേറില്ലാതിരിക്കാനുള്ള ശ്രദ്ധ പഴയകാലത്തെ ആളുകൾ മുൻകരുതലായി എടുത്തു പോരുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ്. സ്വഹാബത്തും കൂടെയുണ്ട്. ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ സ്വഹാബികളെ കൂട്ടത്തിൽപ്പെട്ട സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മഹാനവറുകൾ ഡ്രസ്സ് അയച്ചു നോക്കുമ്പോൾ മഹാനവറുകളുടെ ശരീരം വളരെ സുന്ദരമായ ശരീരം, വെളുത്ത തൊലി. അപ്പൊ ആ കൂട്ടത്തിൽ ആമിർ ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അയാള് മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ ബോഡി കണ്ടിട്ട് പറഞ്ഞു, ലോകത്ത് ഇതുപോലെ സൗന്ദര്യമുള്ള മൃദുലമായ തൊലിയുള്ള ഒരു ശരീരവും ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താ പാങ്ങ് എന്ന് മഹാനവറുകൾ പറഞ്ഞു കഴിഞ്ഞ് കുളി തീരുന്നതിൻ്റെ ഇടയിൽ കൂടി മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണു. സ്വഹാബത്തെല്ലാം കൂടി ബോധം തെളിയാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. ബോധം തെളിയുന്നില്ല. മഹാനവറുകളെ കൂട്ടിക്കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ? ഇങ്ങനെ ഈ പണി കൊടുത്തത് ആരാണെന്നുള്ള തെറ്റിദ്ധാരണ ആരെ പറ്റെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ആമിർ ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു നല്ല തൊലിയാണ് എന്ന് പറഞ്ഞ് ആരെപ്പറ്റി? സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ആമിർ ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അലാമാ യഖ്തുലു അഹദുകും മഹാ, എന്തിനാണ് കണ്ണേറ് കൊള്ളിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരെയും കൊല്ലാൻ നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കണ്ണേറ് തട്ടിച്ചിട്ട് ആളുകളെ കൊല്ലാൻ നടക്കുന്നത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅ അഹദുകും മിൻ അഖീഹി മാ യുഅ്ജിബു ഫൽയദ്ഉ ലഹു ബിൽ ബറക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് അത്ഭുതം തോന്നി, ആശ്ചര്യം തോന്നി, എന്നാ ആ ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ട് നിർത്തരുത്, മറിച്ച് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യണം, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് തന്നെ കണ്ണേറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേറെ ഒരാൾക്ക് കണ്ണേറ് തട്ടി, അവന്റെ വാഹനത്തിന് കണ്ണേറ് തട്ടി, വീടിന് കണ്ണേറ് തട്ടി, മക്കൾക്ക് കണ്ണേറ് തട്ടി, അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താണ്. അല്ലാഹുമ്മ ബാരിക് ഫീഹി വലാ തുളിറ. പടച്ചോനെ, എന്റെ ദൃഷ്ടിദോഷം, എന്റെ കണ്ണേറ് കൊണ്ട് നീ ഒരു ഇടങ്ങേറും ആക്കല്ല റബ്ബേ, നീ ബറക്കത്ത് ചെയ്തേക്ക് എന്ന് ദ്വാരന്ന് കൊടുക്കൽ സുന്നത്താണ്. ഇനി നമുക്കൊരു കണ്ണേറ് തട്ടി, എന്നാലോ നമ്മൾ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദുആഉം ഇബ്നു ഹജർ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ ഹസ്സൻതു നഫ്സി ബിൽ ഹയ്യിൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു അബദാ വദഫഅതു അൻഹ സൂഅ ബിഅൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആയിരം ലാ ഹൗല വലാ ഖുവത ഇല്ല കൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ എല്ലാ കണ്ണേറിൻ്റെ ദുഷ്ഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ദുആ ആണത്. അപ്പൊ അതുകൊണ്ട് നമ്മക്ക് കണ്ണേറ് തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മന്ത്രം ജീവിതത്തിൽ പതിവാക്കണം. എന്നല്ല, കണ്ണേറ് തട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവനിക്കും ഇത് സുന്നത്ത് തന്നെയാണ്. നല്ല ആരോഗ്യം, നല്ല വാഹനം, നല്ല സമ്പത്ത്, ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ജീവിക്കാം. എന്നാൽ ഇടക്കിടക്ക് ദ്വാരന്നുകൊണ്ടിരിക്കാം. അവിടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട്, ഖാദി ഹുസൈൻ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരുടെ എണ്ണം കൂടുമ്പോൾ വരെ കണ്ണേറ് തട്ടോ എന്നുള്ള പേടി കൊണ്ട് ഈ ദുആ മഹാനവറുകൾ നിരന്തരം ചൊല്ലാറുണ്ടായിരുന്നു എന്ന്. ശിഷ്യന്മാർ കൂടി അവരെ കണ്ണേറ് തട്ടോ എന്ന് പേടിയാണ് മഹാന്മാർക്ക്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള നിഅമത്തുകളൊക്കെ വർദ്ധിക്കുമ്പോൾ കണ്ണേറ് തട്ടുമോ എന്ന ഭയം എപ്പോഴും വേണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം, അത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അത് മറ്റുള്ള എല്ലാവരെയും കൂടി ബോധ്യപ്പെടുത്തിയിട്ട് സ്റ്റാറ്റസ് വെച്ചാലേ, സ്റ്റോറി ഇട്ടാലേ സമാധാനം കിട്ടുള്ളൂ എന്ന ചിന്ത, അത് വളരെ വൃത്തികെട്ട ചിന്തയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പരിപാടി നമ്മൾ അതിനുവേണ്ടി നിൽക്കരുത് എന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ആരുടെ മുന്നിലും അവതരിപ്പിക്കരുത് എന്നാണ് നബി തങ്ങൾ തന്നെ പറഞ്ഞു. ഇസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിൽ കത്മാൻ. നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, ഒരു പെരണ്ടാക്കണം, ഒരു വാഹനം വാങ്ങണം, ആരോടും പറയണ്ട, ആവശ്യങ്ങൾ മറച്ചു വെച്ചോ. ഫഇന്ന കുല്ലി ദീ നിഅമത്തിൻ മഹ്സൂദ്. ഏത് നിയമത്ത് കിട്ടുമ്പോഴും അസൂയ വെക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ടാവും. അപ്പൊ അതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ മനസ്സിൽ ദ്വാരക്കാൻ തുടങ്ങും, എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ടെ. ആ ദ്വാ മതി, മനസ്സറിഞ്ഞിട്ടുള്ള ദ്വാ നമ്മൾ നശിച്ചു പോവാൻ. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ പരസ്യപ്പെടുത്താനുള്ളതല്ല, ആസ്വദിക്കുക, ശുക്ർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ നബിയിൽ മുസ്തഫ